ശ്രീ CR രാധാകൃഷ്ണൻ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നുള്ള നിലയിൽ ഔദ്യോഗിക കാലയളവിലും അല്ലാതെയും ഒക്കെ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്ന എല്ലാ കെടുകാര്യസ്ഥതകളും തങ്ങൾ എല്ലാ ചർച്ചകളിലും ഇങ്ങനെ അക്കമിട്ട് നിരത്താറുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല എന്നുള്ള വാദത്തോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എല്ലായിടത്തും ഈ രാഷ്ട്രീയ ഇടപെടലുകളുടെ പിൻബലത്തോടു കൂടി തന്നെയല്ലേ ഈ അഴിമതിക്കൊക്കെ കളമൊരുങ്ങുന്നത്? പൂർണ്ണമായും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞ കാര്യം ഒന്ന് വിശദീകരിക്കുകയാണ്. ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ആ അപകടം പറ്റി മരിച്ച ആശ്രിതർക്ക് ജോലി കൊടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമനാധികാരം 2015 കേരള നിയമസഭ പിൻവലിക്കുകയും ആ ആക്ട് ഭേദഗതി വരുത്തി റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ദേവസ്വം ബോർഡിൽ ഒരു നിയമനവും നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇപ്പോൾ അധികാരമില്ല. അത് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ച് പ്രോസസ്സ് ചെയ്ത് നിയമിക്കേണ്ടത്. അപ്പോൾ ഈ നിയമിച്ചത് ഇപ്പോൾ ദേവസ്വം ബോർഡ് നിയമിച്ചത് മാത്രമല്ല, യാതൊരു നിയമ പിൻബലവും ആ നിയമനത്തിനില്ല എന്നുള്ളതാണ് നിയമപരമായി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതൊരു ഉദാഹരണമായിട്ട് എടുക്കുക. എന്തും അവർ ചെയ്യും. അതിന് നിയമപ്രാബല്യമുണ്ടോ, നിയമത്തിൻ്റെ പിൻബലമുണ്ടോ, ഇത് റൂൾ അനുസരിച്ചാണോ, ഒന്നും നോക്കാറില്ല. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉടനീളം കഴിഞ്ഞ കാലത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിലയിരുത്തിക്കൊള്ളണം. ഒന്നത്. രണ്ട്, എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ ജയചന്ദ്രൻ സാറ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു കവനൻറ്റിനെ പറ്റി പറഞ്ഞു. ഈ കവനൻറ്റ് 1949 മെയ്യിലാണ് ഒപ്പുവെച്ചത്. ജൂലൈ 1 മുതലാണ് ഇഫക്റ്റ് വന്നത്. അതിൻ്റെ പ്രിയാമ്പിളിലും അതിൻ്റെ അവസാനവും ഒരു സർട്ടിഫിക്കറ്റുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ദീസ് കവനൻറ്റ് എൻറ്റേഡ് ഇൻ ടു ബൈ ദ കൺകറൻസ് ആൻഡ് ഗ്യാരണ്ടി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതാദ്യം തുടങ്ങുമ്പോൾ അവസാനം ഒരു സർട്ടിഫിക്കറ്റുണ്ട്. ഇത് VP മേനോൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി സർട്ടിഫൈ ചെയ്യുന്നു. ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ഒരു 21 ആർട്ടിക്കിളാണ്. അതിലെ 14ാമത്തെ ആർട്ടിക്കിളിൽ വളരെ വ്യക്തതയോട് പറയുന്നു, ഇൻ ഫ്യൂച്ചർ എനി ഡിസ്പ്യൂട്ട് അറൈസസ് റിഗാർഡിംഗ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ കിങ്സ്, ഈ രാജാക്കന്മാരുടെ, ആൻഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഏതെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു കമ്മിറ്റി അത് റിഡ്രസ് ചെയ്യണമെന്ന് വളരെ വ്യക്തതയോടു കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവസരമായിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ്റെ ഒരു ചരിത്രം. ഏതാണ്ട് 214 കൊല്ലത്തിന് മുമ്പ് 1811 തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കെടുകാര്യത്തെയും തോന്നിവാസം കൊണ്ട് മനമെടുത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഹിന്ദു വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് പോലും അസഹനീയമായി തോന്നിയപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷനുണ്ട്, ഓയിങ് ടു മിസ്മാനേജ്മെൻറ്റ് സർട്ടൺ ടെമ്പിൾസ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് കേണൽ മൺട്രോ ഒരു വിളംബരം. ആ വിളംബരം വായിച്ചാൽ തന്നെ നമുക്കറിയാം അത്ര ഈ ഹിന്ദു ക്ഷേത്രങ്ങളെ അത്ര കണ്ട് മിസ്യൂസ് ചെയ്യുകയും മിസ്മാനേജ് ചെയ്യും. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ആസന്ന ഭാവിയിൽ ഇത് ഗവൺമെൻറ് ഇടപെടും, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടി വരും. കാരണം ഇത് വളരെ പൗരാണിക പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇന്ന് വൻതോതിലുള്ള കേരളത്തിലെ ഹിന്ദു ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ആരാധനയുടെ ഒരു സ്ഥാപനം. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിൽ ഇരിപ്പുള്ള ഇതിൻ്റെ അസറ്റ്സ്, സ്ഥാവര സ്വത്തുകൾ, ഇതിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുകൾ, അത് വിലമതിക്കാനാവാത്തതാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഗവൺമെൻറ്റിനും സാധിക്കില്ല. അത് ആ ഘട്ടത്തിലേക്കാണ് ഇതിങ്ങനെ പതുക്കെ നീങ്ങുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം.